ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തി. നമ്മുടെ ശോകക്കുട്ടിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഇപ്പോൾ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ സുഡിരാജിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇതിന്റെ പ്രസക്തി നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തിന്റെ തുടർച്ചയായിട്ട് ഒരു അല്പ കാര്യങ്ങൾ പറയുന്നത്. കാരണം അത്രയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനപ്രയാസം തോന്നും. കാരണം ദിവസവും അങ്ങനെ അങ്ങോട്ട് പുരപ്പുറത്ത് കയറി നല്ല തികവൊത്ത മണിപ്രവാളത്തിൽ കൂവി വിളിച്ചുകൊണ്ട് സൂര്യനെ ഉണർത്തുന്ന യുവ കുക്കുടമാണല്ലോ നമ്മുടെ ഈ എം സുഡിരാജ്, അല്ലേ? അല്ലെങ്കിൽ മമ്മദദാസൻ സുഡിരാജ്. ഈ എം എന്ന് പറയുന്നത് മമ്മദദാസൻ എന്ന് പറയുന്നതിന്റെ സമ്മർദ്ദ രൂപമാണ് എം. അപ്പോൾ എം സുഡിരാജ്. നമ്മുടെ സിന്ദൂർ ഓപ്പറേഷൻ കണ്ട വിറങ്ങലിൽ സുഡിരാജിന്റെ നാക്ക് മലയാളം മണ്ണിലേക്ക് മാനവികത തൂറി വെച്ചു. ക്ഷമിക്കണം, അല്പം സംസ്കൃതീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാനവികത കാഷ്ടിച്ചു വെച്ചു. കോഴിയാവുമ്പോൾ കാഷ്ടിക്കുകയാണ് അതിന്റെ ഒരു വിസർജന സംസ്കാരത്തോട് നമ്മൾ കാണിക്കുന്ന നീതി എന്ന് പറയുന്നത്, അല്ലേ? കോഴിയാവുമ്പോൾ കാഷ്ടിക്കണം, കാഷ്ടിച്ച് മതി, അവൾ തൂറരുത്. കാക്കയൊക്കെയാണ് തൂറുന്നത്, കാക്ക തൂറി എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? കാക്കകൾക്ക് തൂറ. കോഴികൾ കുറച്ചുകൂടി സംസ്കാര സമ്പന്നമായ നിലയിൽ വിസർജന വേല നടത്തുന്ന കൂട്ടരാണ്. കോഴി കാഷ്ടിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ ഈ നമ്മുടെ ഈ സുഡിരാജന് യുദ്ധത്തോട് ഒട്ടും തന്നെ യോജിപ്പില്ലാത്രേ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാതെ പറ്റില്ല എന്ന് തോന്നിയത്. ആ യോജിപ്പില്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം മനുഷ്യരെ കൊല്ലുമെന്നാണ് സുഡിരാജിന്റെ അഭിപ്രായം. യുദ്ധം മനുഷ്യരെ കൊല്ലുമെന്ന്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് എന്നോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വന്നു. അതായത്, ഏതാ ഈ സുഡിരാജ്? ഏത് സുഡിരാജ്? എനിക്കുത്തരം കിട്ടി. 51 കഷണങ്ങളാക്കി മനുഷ്യനെ കൊല്ലാൻ മടിക്കാത്ത പാർട്ടിയുടെ നേതാവായിട്ടുള്ള സുഡിരാജ്. അഴിമതിക്കും അനീതിക്കും കൂട്ടുനിന്നില്ല എങ്കിൽ സ്വന്തം പാർട്ടിക്കാരനെ തന്നെ കൊന്നു കെട്ടിത്തൂക്കുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള സുഡിരാജ്. പ്രാണന് വേണ്ടി കരയുന്ന കുട്ടികളുടെ തലമണ്ടിയിൽ കല്ലെറിഞ്ഞ് അവരെ ആറ്റിൽ താഴ്ത്തി കൊല്ലാൻ പ്രയാസമില്ലാത്ത പാർട്ടിയുടെ നേതാവായിട്ടുള്ള സുഡിരാജ്. വർഗീയ ലഹള സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കാനും കൊല്ലിപ്പിക്കാനും കൊല്ലാക്കൊല ചെയ്യിപ്പിക്കാനുമായി അമ്പലങ്ങൾക്കും പള്ളികൾക്കും നേരെ ഇരുട്ടിന്റെ മറവിൽ ഒട്ടും തന്നെ മനസാക്ഷി കുത്തില്ലാതെ അതിക്രമങ്ങൾ കാട്ടിയിട്ടുള്ള പാർട്ടിയുടെ നേതാവായ സുഡിരാജ്. ശരിയല്ലേ പോകാൻ പറയുന്നത്? അതുപോലെ നെഞ്ചിലെ കത്തി കുത്തി ആഴ്ത്തി സ്വന്തം പാർട്ടി പ്രവർത്തകനായിട്ടുള്ള അഭിമന്യുവിനെ കൊന്നവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടുള്ള സുഡിരാജ്. കൊല്ലപ്പെട്ടവന്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്തി ആ കാശുകൊണ്ട് സ്വന്തം കീശ വീർപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് ഉളുപ്പില്ലാതെ നടക്കുന്ന പാർട്ടിക്കാരുടെ നേതാവായിട്ടുള്ള സുഡിരാജ്. ഉളുപ്പില്ല എന്നുള്ളത് എടുത്തു പറയണം. പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം കൊണ്ട് പോലും അവസാനിക്കാത്ത അത്ര കൊള്ളരുതായ്മകൾ നമുക്ക് പറയാനുണ്ടാവും. അങ്ങനെയെല്ലാമുള്ള പാർട്ടിയുടെ നേതാവായി കഴിയുന്നവനാണ്. വാക്കിലല്ലാതെ അത്രയൊന്നും പ്രവൃത്തിയിലില്ലാത്ത ഒരുവനാണ് ഈ യുദ്ധവിരുദ്ധ വർത്തമാനം ഇങ്ങനെ അങ്ങോട്ടേക്ക് പറയുന്നത്, നിർനാണം പറയുന്നത്. അതും എം മുകുന്ദന്റെ പുസ്തകത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ സിന്ദൂർ ഓപ്പറേഷനെ മുൻനിർത്തിക്കൊണ്ടാണ് ആ ഒളോക്കോടൻ തന്റെ വ്യാജ അഹിംസാസക്തി അങ്ങനെ അങ്ങോട്ട് കക്കിയിടുന്നത്, ഛർദ്ദിച്ചു വെക്കുന്നത്. വ്യാജ അഹിംസാസക്തി. ഇവന്റെയൊക്കെ വിചാരം 1-2 പേരെ പാർട്ടി ആവശ്യത്തിന് കൊല്ലാം, അത് കുഴപ്പമില്ല. യുദ്ധം വച്ചു കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ ഒറ്റയടിക്ക് പോകും. എന്നാൽ ഇവൻ ഈ വാദം നമ്മുടെ ഹമാസനന്മാർ ഇസ്രായേലിന്റെ അതിരി ലംഘിച്ച് ചെന്ന് 10,300ഓളം ആളുകളെ വെടിവെച്ച് കൊന്ന സമയത്ത് ഇവൻ പറഞ്ഞില്ല, മിണ്ടിയിട്ടില്ല. ഇവന്റെ നടുവിരൽ അണ്ണാക്കിൽ അങ്ങ് മുട്ടിച്ച് ഇങ്ങനെ കിളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അതോ ഇനി വല്ലോ ലിഫ്റ്റിൽ കയറി ഇറങ്ങി മറ്റേ ഏതെങ്കിലും അവതാരക രക്ഷസവുമായി നേരം പോക്കുകയായിരുന്നു എന്നും പറയാൻ പറ്റത്തില്ല. കുക്കുട സ്വഭാവം. എന്തിനധികം പറയുന്നു, നമ്മുടെ കശ്മീരിൽ പഹൽഗാമിൽ നിക്രൂരി നോക്കി മതം ഉറപ്പുവരുത്തി ഹൈന്ദവ സ്ത്രീകളെ വിധവയാക്കിയപ്പോൾ ഇവൻ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 10-26 ആളുകളെ കൊന്നു കളഞ്ഞപ്പോൾ മലയാളി ഉണ്ടായിരുന്നു അതിൽ. ഒരക്ഷരം ഇവൻ ഒരു വേവ് എടുത്തില്ല. അന്നേരം ഒന്നും അവന് യുദ്ധത്തെക്കുറിച്ച് ഓർമ്മയില്ല. ഇപ്പോ ഏതാനും ഭീകരവാദി തപ്പോ അവന് പൊള്ളി. അവൻ ഉടനെ അവന്റെ ആ അഹിംസാസക്തിയുമായിട്ട് ഇങ്ങ് പോന്നു. അവനെ 2 പറയാതെ പറ്റുമോ? അങ്ങനെ പറയാതിരിക്കുന്നത് ശരിയാണോ? ഇത്രയും നരനാറിയായിട്ടുള്ള ഒരുവനെ അവന്റെ പറഞ്ഞ സാഹിത്യം കൊണ്ട് അവന്റെ കുഞ്ഞിച്ചന്തയിൽ നല്ല നുള്ളിയാൽ മതിയോ? അതോ അവന്റെ ആ മുണ്ട് പൊക്കിയോ അവന്റെ ആ കോഴിക്കാലിൽ വള്ളിച്ചൂരിൽ കൊണ്ട് 4 തല്ല്, എണ്ണം പറഞ്ഞ 4 തല്ല് തല്ലിയാൽ മതിയോ? പോരാ, ഒന്നും ചെയ്യരുത്. നന്നായി പോവും. എങ്ങാനും നന്നായി പോവും. സാധ്യതയായിട്ടെങ്കിലും ഭയക്കണം അവന്റെ നന്നാവൽ.
നന്നാവരുത്. ഇവനെയൊക്കെ ഇതിനെല്ലാം അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. പ്രോത്സാഹിപ്പിക്കണം. ഈ നാശത്തിലേക്ക് നടക്കുന്നവർ നരനാറികളാണെങ്കിൽ അവരെ നന്നാക്കാൻ ഒട്ടും തന്നെ നന്നാക്കാൻ ശ്രമിക്കരുത്. പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ അവരെ അങ്ങോട്ട് നയിക്കണം, നാശത്തിലേക്ക് നടത്തണം. ഇത്തരക്കാർക്ക് രാഷ്ട്രീയ മരണം നൽകിയാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ കേട്ടോ. രാഷ്ട്രീയ മരണം നൽകണം ഇവനൊക്കെ, രാഷ്ട്രീയ മരണം, എന്നാലേ നാട് നന്നാവുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ മരണം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സംഘിപാളയത്തിലൂടെ അവനൊന്നും പുനർജനിക്കരുത്. സംഘികൾ ഇവനെയൊക്കെ നേരെ കാവ്യ പുതപ്പിച്ച് ജനസേവന പ്രവർത്തനങ്ങൾക്കായി അല്ലെങ്കിൽ ജനസേവന വ്യവസായികളായിട്ട് ഇവനെ ഈ നാട്ടിലേക്ക് വീണ്ടും ഇറക്കി വിടരുത്. രാഷ്ട്രീയ മരണം സംഭവിച്ചാൽ വേറെ പണിയെടുത്ത് കഴിഞ്ഞോണം ഇവനൊക്കെ. കൂടും കുടുക്കിയെടുത്ത് BJP-യിലോട്ട് വന്ന് ചേരാമെന്ന് നോക്കരുത്, അല്ലെങ്കിൽ സംഘപരിവാർ മറ്റ് സംഘടനകളിലേക്ക് വന്ന് അടുപ്പിക്കരുത്. രാഷ്ട്രീയ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പൊക്കോണം, അവനൊക്കെ വേറെ വ്യക്തി ജീവിതം ജീവിച്ച് പൊക്കോണം. അവൻ ഒരു പൊതുപ്രവർത്തനത്തിന് പിന്നെ നിർത്തരുത്. ഒരൊറ്റ എണ്ണത്തിനെ പോലും, ഒരൊറ്റ അന്തംഗമിയെ പോലും നിർത്തരുത്. സുടുബാധ തീണ്ടിയ ഒരെണ്ണത്തിനെ അടുപ്പിക്കരുത്. രാഷ്ട്രീയ മരണമാണെന്നേ നല്ലത്. രാഷ്ട്രീയ മരണം സംഭവിപ്പിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനവും കാഴ്ചവെക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സുഡുരാജ സംഘത്തിന് പോങ്ങൻ്റെ വക സർവനാശാശംസകൾ. നശിച്ച് നാറാണക്കല്ല് പിടിച്ച് പണ്ടാരമുണ്ടാക്കി കുത്തുപാളയെടുത്ത് അങ്ങനെ അങ്ങോട്ട് പോകണം, ഇല്ലാണ്ടായി പോകണം, നശിച്ച് പുഴുത്തു പോകണം, പരനാറികളെ പുഴുത്തു ചാവണം. രാഷ്ട്രീയ ചാവൽ അതേ പറയുള്ളൂ, വ്യക്തികളല്ല. രാഷ്ട്രീയ മരണം നിങ്ങൾക്ക് സംഭവിക്കണം. നശിച്ച് നാറാണക്കല്ല് പിടിച്ച് നരകിച്ച് രാഷ്ട്രീയ മരണം സംഭവിച്ച് നീയൊക്കെ പോകണം. നിൻ്റെയൊക്കെ ഒടുക്കത്തെ ജനസേവനം. പിന്നെ ഈ മൂന്നാമനായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു നമ്മുടെ ശോകക്കുട്ടി, ഈ സുഡുരാജ്, ഇവൻ കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമതായിട്ട് പോകാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു നരനാരദനെ കുറിച്ചായിരുന്നു. നമ്മുടെ മാധ്യമ കേരളത്തിലെ നാരദൻ. ഇനി അതിന് പ്രസക്തി ഒട്ടും തന്നെ ഇല്ല, ഒട്ടും പ്രസക്തിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പല കാര്യങ്ങളും ഇനി പറയുന്നില്ല. പകരം വേറെ കുറച്ച് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം നമ്മുടെ ഈ മാത്യു സുഡുമലഭുക്ക് എന്ന് പറയുന്ന ആ മാംസ സമൃദ്ധനെ പറ്റിയായിരുന്നു പോങ്ങൻ മൂന്നാമതായി പറയാനിരുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഇനി അതിന് ഒട്ടും തന്നെ പ്രസക്തിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അയാളുടെ ചാനൽ തന്നെ കേന്ദ്ര സർക്കാർ പൂട്ടിച്ചു കളഞ്ഞു. ആ മനുഷ്യനെ ഭാരതപുത്രനായി തലയിലേറ്റിയ ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യരോട് ഒരു കാര്യം ചോദിച്ചിട്ട് പോകാൻ ഈ സംസാരം അങ്ങോട്ട് നിർത്തിക്കൊള്ളാം. അത് ചോദിക്കാതെ പോകുന്നത് ശരിയല്ല. അതെ, നാണിക്കണ്ട, പറഞ്ഞു.